മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വേഷം എന്താന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ആ സിനിമയിൽ കടയാടി രാഘവന്റെ കഥാപാത്രം പറയുന്നുണ്ട്, എന്നെ ഫർഗീസ് അഭിനയിച്ച രണ്ട് മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തുമെന്ന് പറയും. സോമേട്ടൻ മരിച്ചെടുത്ത് എന്നെ ഫർഗീസ് നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകൾ ചീത്ത വിളിച്ചു, നീയല്ലടാ രണ്ട് മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തുമെന്ന് പറഞ്ഞു. എന്നെ തിരിച്ചു വന്നിട്ട് ഭയങ്കര പരിഭ്രാന്തനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഇങ്ങനെ അവിടെ പോയി എന്നെ ആളുകൾ ചീത്തയൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്ത് നിമിത്തമാണെന്നറിയില്ല. അത് നമ്മളതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നും അറിയില്ല. സോമേട്ടൻ ചോദിച്ചത് അങ്ങനെയാണ്. അത് സോമേട്ടൻ ഒരു വേഷം ചോദിച്ചു വാങ്ങിയതല്ല, ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ടുള്ള അധീശത്വം സ്ഥാപിച്ചതാണ്. ഇതിന്റെ പകരം അടുത്ത സിനിമയിൽ നീ എനിക്ക് വേണ്ടി ഒരു വേഷം എഴുതിയിരിക്കണമെന്നുള്ള താക്കീതായിരുന്നു അത്. ഇപ്പം ചെറിയാൻ കൽപ്പവാടി പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞെന്തറിയാ, പരിചയപ്പെട്ടതിന് ശേഷം മരണം വരെ ആ ബന്ധം നിലനിർത്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഓമേട്ടനായിട്ട് പരിചയപ്പെട്ട എല്ലാവരും അതെ പറയായിരുന്നു. ജനാചാരം നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ മരണം പരിചയപ്പെട്ട മരണം വരെ എന്നുള്ള സംഭവം. അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇപ്പം സോമേട്ടൻ ഇവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സമയത്ത് ഞാൻ പോയിരുന്നു. സോമേട്ടനായിട്ടുള്ള ഭയങ്കര ബന്ധവും അടുപ്പങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ PVS ഹോസ്പിറ്റൽ എന്തായിരുന്നു, KTCയുടെ അവിടെ. യെസ്, അവിടെ റൂമിൽ കയറി ചെന്നു. വന്നോ മറ്റേ സാധാരണ ഭാഷയിൽ കയറി വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞെന്നറിയാം, എടാ ആ കാലൊന്നും ഞെക്കിക്കേ, അവിടെ വൈഫുണ്ട്, മോളുണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാര സ്നേഹത്തിന്റെ അധികാരം കാണി, ആ കാലം ഞെക്കിക്ക്. ഞാൻ ഒരു കാലം പറഞ്ഞ നേരം ഞെക്കി കൊടുത്തു. പുള്ളിക്ക് അതൊക്കെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള ആ ഒരു ലൈനാണ് പുള്ളിയുടെ. അതെ, എപ്പോഴും അത് കേട്ടോ. അങ്ങനെ അത് വളരെ അടുത്ത ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം. എനിക്ക് ഈ സിനിമയിലെ ചില സാധനങ്ങൾ, എനിക്ക് റോഡിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വഴിയിൽ കൂടെ പോകുമ്പോഴോ ഒരു റോഡ് റോളർ വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ എനിക്ക് പപ്പുച്ചേട്ടൻ ഓർമ്മ വരും. ചില സാധനങ്ങൾ ചിലരെ പ്രതിനിധീകരിക്കുമല്ലോ. അപ്പോ ഒരുപക്ഷെ ഈ കൃതാവ് ഇറക്കിയ ഒരു മനുഷ്യനെ കണ്ട മലയാളിക്ക് പെട്ടെന്ന് സോമേട്ടന് ഓർമ്മ വരും. കൃതാവ് വെറും കൃതാവല്ല, അതിന്റെ പേരുണ്ട്, വീതുളി കൃതാവ്. വീതുളി കൃതാവ് എന്ന് പറയാൻ. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷം സോമന്റെ കൃതാവ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ വന്നു. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥയും കഥാപശ്ചാത്തലവും ഒക്കെ ആണെങ്കിലും എന്റെ സുഹൃത്താണ് സിനിമ എഴുതിയതൊക്കെ. പക്ഷേ അത് ഇടുമ്പോഴും നമുക്ക് ഇദ്ദേഹത്തെ ഓർമ്മ വരുന്നുണ്ട്. അതിന് സോമേട്ടന്റെ ഒരു ന്യായീകരണമുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും വലിയ കൃതാവ്, സോമേട്ടനേക്കാൾ വലിയ കൃതാവ് എന്തിനാ? എടാ എന്റെ ഇവിടം കുറച്ച് ഒട്ടിയായിരിക്കുന്നത്, അപ്പൊ എന്റെ കവിള് കുറച്ച് സൈഡിലേക്കാണ് നിൽക്കുന്നത്, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അനാറ്റമിക്കൽ ബാലൻസ്. അപ്പൊ അത് വെറുതെ വെച്ച ഒരു കൃതാവല്ല. ഈ കവിള് കുറച്ച് ഒരു പരന്ന കവിളാണല്ലോ, വലിയ മുഖമല്ലേ, ഒരു സ്ക്രീൻ നിറച്ചുള്ള മുഖമാണല്ലോ. അപ്പോ അത് ഈ ഭാഗം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഈ പരപ്പിന് തൊട്ട് മുകളിൽ വരെ അത് നിർത്തും. സോമൻ സാറിന്റെ ഓർമ്മകൾ പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ, സൗഹൃദങ്ങളുടെ കഥകൾ, സിനിമാ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ആ യാത്രയുടെ ഓരോരോ വഴിവക്കുകളിൽ നിന്നും അതിഥികൾ ഈ എപ്പിസോഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓർമ്മയിലെന്നും MG സോമൻ എപ്പിസോഡ് തുടരും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.